പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുടുംബങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ചില ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാൻ കഴിയും. പരമാവധി കുടുംബബന്ധമില്ലാത്ത വീടുകളിൽ നിന്ന് വേണം നിങ്ങൾ ഇണകൾ തിരഞ്ഞെടുക്കാനും വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കരുത് എന്ന് പറയാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല, ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കുടുംബ ബന്ധങ്ങൾക്കാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ, അതിനിപ്പോൾ നമ്മുടെ അകന്ന കുടുംബമായാലും നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബമായാലും കുടുംബങ്ങളിൽ നിന്ന് വിവാഹം ചെയ്താലുള്ള ബുദ്ധിമുട്ട്, വിവാഹം എന്നുള്ളത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ അവർക്കിടയിൽ പല നിലക്കുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഈ പ്രശ്നങ്ങൾ രണ്ടുപേർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വരുമ്പോൾ തമ്മിൽ പിരിയും. അപ്പോൾ ഇങ്ങനെ പിരിയുന്നതോടുകൂടി വിവാഹബന്ധം അവിടെ വേർപ്പെടുന്നു. അതിലുപരി കുടുംബബന്ധം കൂടെ അവിടെ തകരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ബന്ധമാണ് കുടുംബബന്ധം. ആ കുടുംബബന്ധം അവിടെ തകരുന്നു, വിവാഹബന്ധം തകരുന്നു. ഇങ്ങനെ ഒരു സാധ്യത അതിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പരമാവധി കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും. ഇതുപോലെ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലത്ത് മഹാനവറുകൾ ഇറക്കിയ ഒരു ഉത്തരവ് ഇങ്ങനെയായിരുന്നു. അഥവാ നിങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ ഒരേ സ്ഥലത്ത് വീട് വെച്ച് താമസിക്കാൻ പാടില്ല എന്ന്. ഇപ്പോൾ ചില വീടുകളിലൊക്കെ കുടുംബസ്വത്തായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ മുതിർന്ന ആരെങ്കിലും ഒരുപാട് സ്ഥലം വാങ്ങിയിടും. ചിലപ്പോൾ ഉപ്പയായിരിക്കാം, ഇല്ലെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും കിട്ടിയ സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ വാങ്ങിയതായിരിക്കാം. അങ്ങനെ ഒരുപാട് സ്ഥലം വാങ്ങിയിടും, 2-3 ഏക്കർ സ്ഥലം വാങ്ങിയിടും. എന്നിട്ട് 4 മക്കളുണ്ട് അല്ലെങ്കിൽ 5 ആൺമക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും അവിടെ തന്നെ വീട് വെച്ച് ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അപ്പോൾ ഇന്ന് നമ്മൾ സ്ഥലം വാങ്ങിയാൽ ഒരു 40-50 സെൻറ്റ് നമ്മൾ സ്ഥലം വാങ്ങിയാൽ എനിക്ക് വളർന്നു വരുന്ന എൻ്റെ മക്കൾക്ക് 4 ആളുണ്ടെങ്കിൽ 4 ആൾക്കാർക്കും അവിടെ വീട് വെക്കാം. അപ്പോൾ അന്ന് സ്ഥലം വാങ്ങുന്ന പണം വെച്ച് നോക്കുമ്പോൾ ഇന്ന് വാങ്ങിയിടുന്നതാണ് മെച്ചമെന്ന് കരുതിയിട്ട് വാങ്ങിയിടുന്നതായിരിക്കും. എന്നാൽ ഇങ്ങനെ ഒരു സമ്പ്രദായത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് ഭരിച്ചിരുന്ന സമയത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവുണ്ടായിരുന്നു. കാരണം ഇവിടെയും കുടുംബ ബന്ധങ്ങൾ തകരാൻ കാരണമാകുന്നുണ്ട്. കാരണം തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരന്മാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നടന്നാലും 4 സഹോദരന്മാർ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് തന്നെ വീട് വെച്ചാലുള്ള ബുദ്ധിമുട്ടെന്താണ്? അവിടെയും ഇതേ പ്രശ്നം, നേരത്തെ നമ്മൾ പറഞ്ഞു പോയ ആ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നതിനും അതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഇവിടെയും സംഭവിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഒരു സഹോദരൻ എന്തെങ്കിലും അവിടെ ചെറിയൊരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ, ശബ്ദം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടുകാർ അറിയുന്നു. ആരാ? തൊട്ടടുത്ത വീട്ടിലെ സ്വന്തം സഹോദരൻ, ജ്യേഷ്ഠൻ, അനിയൻ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ഇത് അങ്ങോട്ടെത്തുന്നു, അതുമായി ബന്ധപ്പെട്ട് ചർച്ച അപ്പുറത്ത് നടക്കുന്നു. ഇങ്ങനെ മൊത്തത്തിൽ ഈ വീടുകൾ മുഴുവനും ഇവിടെ ഒരു ഈച്ച പറയാൽ അപ്പുറത്തറിയും. അത് അവിടെ ചർച്ച നടത്തുന്നു, അത് അപ്പുറത്തേക്ക് അങ്ങോട്ട് പാസ് ചെയ്യുന്നു. ഇപ്പോൾ പിന്നെ കൂടുതൽ ഫിത്നകൾ ഉണ്ടാകാൻ ഏറ്റവും സൗകര്യമുള്ള കാലമാണ്. ഇവിടെ എന്തെങ്കിലും ആ വീട്ടിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ, ഒരു വീടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പല നിലക്കുള്ള പ്രശ്നങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് തൊട്ടടുത്ത വീട്ടുകാർ അറിയുന്നു, അത് അങ്ങോട്ട് കൊടുക്കുന്നു, അത് അങ്ങോട്ട് ഫോൺ വിളിച്ച് പറയുന്നു, എന്നിട്ട് അത് ചർച്ച ചെയ്യുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇതുപോലെ തൊട്ടടുത്ത സഹോദരന്മാർ തമ്മിൽ വീട് വെച്ചാലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇപ്പോൾ എന്തുകൂടി ബുദ്ധിമുട്ടെന്താണ്? കുടുംബബന്ധം തകരാണ്. പിന്നെ സഹോദരന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ കണ്ടാൽ തന്നെ പരസ്പരം ഐക്യമില്ലാത്ത അവസ്ഥ ഇതുണ്ടാകും. ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് സഹോദരന്മാരാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള കുടുംബങ്ങളാകട്ടെ പരമാവധി അകന്ന് താമസിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്.
എല്ലാവരും ഒരേ സ്ഥലത്ത് തൊട്ടടുത്ത് വീട് വെക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് പരമാവധി വേറെ വേറെ സ്ഥലങ്ങളിൽ വീട് വെച്ച് മാറുന്നതായിരിക്കും. കാരണം ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കുടുംബബന്ധത്തിനാണ്. ആ കുടുംബബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബന്ധങ്ങൾ, ഇപ്പോൾ ഒരു വീട് വെക്കുമ്പോഴും ഒരു കല്യാണം കഴിക്കുമ്പോഴും ഒക്കെ മുമ്പുള്ളതാണ് കുടുംബബന്ധം എന്നുള്ളത്. അടിസ്ഥാനപരമായിട്ടുള്ളതാണ് കുടുംബബന്ധം. ഈ കുടുംബബന്ധം ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ കരുതുന്നത് എന്താണ്, സഹോദരന്മാരൊക്കെ ഒരേ സ്ഥലത്ത് വീട് വെച്ചാൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് നമ്മൾ വിവാഹം കഴിച്ചാൽ അതല്ലേ നല്ലത്, നമ്മുടെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീക്ക് നമ്മൾ ജീവിതം കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് ആ കുടുംബബന്ധം ഒന്നും കൂടെ ശക്തിപ്പെടാനാണല്ലോ അത് ഉപകരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമെങ്കിലും ഇങ്ങനെ ഒരു പോസിറ്റീവ് വശം കൂടിയുണ്ട് ഈ രണ്ട് സംഭവങ്ങൾക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാം അവിടെ മുൻതൂക്കം കൊടുക്കുന്നത് കുടുംബബന്ധത്തിന് തന്നെയാണ്. കാരണം ഇവർ ഈ ബന്ധം ഉണ്ടാകുന്നതിൻ്റെയും മുമ്പ് കുടുംബബന്ധം ഉള്ളത് കൊണ്ട് തന്നെ അതിനാണ് ഇസ്ലാം അവിടെ മുൻതൂക്കം കൊടുക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും.